നമസ്കാരം. സത്യം 100% സ്വാഗതം. ഓർക്കുമ്പോൾ കണ്ണു നിറയുന്ന, അതിനോടൊപ്പം നിറഞ്ഞ അഭിമാനവും ഉണ്ടാകുന്ന ഒരു രംഗമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. 1975, എൻ്റെ പ്രായം 5 വയസ്സ്. തിരുവനന്തപുരം ജില്ലയിലെ കരകുളം ഗവൺമെൻറ് സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥി. അന്ന് അമ്മ അവിടെ ടീച്ചറാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ മോണോ ആക്ട് മത്സരത്തിന് സ്റ്റേജിൽ കയറുകയാണ്. അന്നൊക്കെ സ്കൂളുകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകളിൽ ശിശുദിനവുമായി ബന്ധപ്പെട്ട് ബാലകലോത്സവം എന്നൊരു ചടങ്ങുണ്ട്. ഈ ബാലകലോത്സവം പിന്നീട് അതിനടുത്ത തലങ്ങളിലൊക്കെ മത്സരമുള്ളതാണ്. അങ്ങനെ ആദ്യമായി ഞാൻ കരകുളം ഗവൺമെൻറ് സ്കൂളിൽ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയായി ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മോണോ ആക്ട് സ്റ്റേജിലോട്ട് തൊഴുത് കയറുകയാണ്. അച്ഛനൊരു ചെറിയ ഐറ്റം പഠിപ്പിച്ച് തന്നിരിക്കുന്നു. രാത്രി കാലങ്ങളിൽ മൂളിപ്പാട്ടുമായി വന്ന് നമ്മളെ ഉപദ്രവിക്കുന്നത് ആരാണ്? പല കുട്ടികൾ ഉത്തരം പറയുന്നു. ഒരുത്തം പറയുന്നു കൊതുക്, ഒരുത്തം പറയുന്നു വണ്ട്, ഒരുത്തം പറയുന്നു മൂട്ട. അപ്പോൾ ഒരുത്തം പറയുന്നു, ഇതൊന്നുമല്ല സാറേ, രാത്രി കാലങ്ങളിൽ മൂളിപ്പാട്ടുമായിട്ട് വന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്ന ജീവി, കള്ളും കുടിച്ചിട്ട് വന്ന് ഞങ്ങളെ മൂളിപ്പാട്ടും പാടി ഇടിക്കുന്ന ഞങ്ങളുടെ അപ്പച്ചൻ തന്നെയാണ് സാറേ എന്ന് പറയുന്നതാണ് മോണോ ആക്ട്. 3-4 ക്യാരക്ടർ വരും, ഒരു സാറ്, അങ്ങനെയൊക്കെ ഒരു കൊച്ചൈറ്റം. ഇത് പറയാനായിട്ട് ഞാൻ സ്റ്റേജിലോട്ട് കയറുകയാണ്. മൈക്ക് മാക്സിമം താഴെ വെച്ചു. എൻ്റെ ലെവലിനാകുന്നില്ല. അതിൻ്റെ എത്രയും പിരി താക്കാമോ അത്രയും താഴ്ത്തി വെച്ചിരിക്കുകയാണ് എൻ്റെ മൗത്ത് ലെവൽ കിട്ടാൻ. പക്ഷെ ഞാൻ അതിലും താഴെയാണ്. അപ്പോഴാണ് ഒരാൾ ആ സ്റ്റേജിനടുത്തേക്ക് വരികയാണ്. ആ ഹൈസ്കൂളിൻ്റെ എല്ലാമായ പ്രഥമാധ്യാപകൻ മൈക്കിൾ സാർ. തൂവെള്ള ഖദർ വസ്ത്രം ധരിച്ച്, ചെവിയിൽ നിന്നും ഇങ്ങനെ എഴുന്നു നിൽക്കുന്ന നീണ്ട രോമങ്ങളും ഒരു പ്രത്യേക സൈസ് മീശയും ഒക്കെയായി, എപ്പോഴും ആവശ്യത്തിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ ജാഗ്രത കാണിക്കും. അതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളോടും നല്ല വാത്സല്യമുള്ള മൈക്കിൾ സാർ ഓടി ഇങ്ങോട്ട് വന്നു. എൻ്റെ കക്ഷത്തിൽ കൈയിട്ട് പൊക്കിയെടുത്ത് തന്നെ ആ സ്റ്റേജിൽ കിടന്ന് ഒരു മേശപ്പുറത്തങ്ങ് നിർത്തി മൈക്ക് മാക്സിമം പൊക്കി വെച്ചു. ചെയ്തോടാ മക്കളെ എന്ന് പറഞ്ഞു. ആദ്യത്തെ എൻ്റെ മോണോ ആക്ട്. വേദിയിൽ താഴെ നിന്ന് എന്നെ ആ മഹാമനുഷ്യൻ, എൻ്റെ ഗുരുനാഥൻ, എൻ്റെ ഹെഡ് മാസ്റ്റർ എടുത്തുയർത്തി ആ മേശപ്പുറത്ത് നിർത്തി. സഹോദരങ്ങളെ, തുടക്കം നന്നായാൽ മുടക്കം കൂടാതെ അത് മുന്നേറുമെന്നൊരു ചൊല്ലുണ്ടല്ലോ. അതാണ് എൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. അന്ന് മൈക്കിൾ സാർ എന്നെ കോരിയെടുത്ത് മേശപ്പുറത്ത് നിർത്തി ഞാൻ ആദ്യമായി അവതരിപ്പിച്ച ആ മോണോ ആക്ട്. എത്രയോ വേദികളിൽ, എത്ര വർഷം, എത്ര യുവജനോത്സവങ്ങളിൽ പിന്നീട് ഞാൻ മോണോ ആക്ട് എന്ന കലാരൂപം അവതരിപ്പിച്ചു പോന്നു. എൻ്റെ മക്കൾ യുവജനോത്സവ വേദികളിൽ അടക്കം എത്രയോ വേദികളിൽ മോണോ ആക്ട് എന്ന കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾ ഇന്നും മോണോ ആക്ടിൻ്റെ സ്ക്രിപ്റ്റിനും പഠനത്തിനുമായി എന്നെ സമീപിക്കുന്നു. എൻ്റെ പഠനവും എൻ്റെ വിവാഹവും എല്ലാം തന്നെ വാസ്തവത്തിൽ ഏതാണ്ട് 3 പതിറ്റാണ്ടോളം കഴിഞ്ഞിരിക്കുന്ന എൻ്റെ കലാജീവിതത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമില്ല. അങ്ങനെ കലയെ സേവിക്കാനും കലയെ സ്നേഹിക്കാനും എനിക്ക് തുടക്കമിട്ട് തന്ന എൻ്റെ അച്ഛനാണെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിറഞ്ഞ സദസ്സിൽ എന്നെ എടുത്തുയർത്തിയ മൈക്കിൾ സാർ എന്നെ ഉയർത്തുക തന്നെയായിരുന്നു എന്ന് ഞാൻ എപ്പോഴും തിരിച്ചറിയുന്നു. ഓരോ വേദിയിൽ കയറുമ്പോഴും, ഓരോ സ്ക്രിപ്റ്റ് എഴുതാനിരിക്കുമ്പോഴും മൈക്കിൾ സാറിനെ സ്മരിച്ചുകൊണ്ടേ അത് ചെയ്യാറുള്ളൂ. സത്യം 100%.